ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു തിക്ക് ഗ്രേവിയോട് കൂടി പനീർ കറിയുടെ റെസിപ്പി നോക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ. സവാള ഒന്നും വഴറ്റി നേരം കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ തക്കാളി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എടുക്കണ തക്കാളി നാടൻ തക്കാളി എടുക്കാണ്ടിരിക്കുക. നാടൻ തക്കാളിക്ക് ഭയങ്കര പുളിയാണല്ലോ. അപ്പോൾ ഇതിൽ സാധാ തക്കാളി എടുത്താൽ അധികം പുളി ഇല്ലാത്തത് നോക്കി എടുക്കാം കേട്ടോ. കണ്ട നല്ല തിക്ക് ഗ്രേവിയാണ്. ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കറി വയ്ക്കാൻ. അപ്പം നമുക്കിന്നൊരു പനീർ കറിയുടെ റെസിപ്പി നോക്കിയാലോ. എന്താ പറയുക, കുറേ പനീർ കറിയുടെ ഒരു 2-3 പനീർ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ടർ പനീറും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ പനീർ കറിയുടെ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടി ഒന്നും ആഡ് ചെയ്യാണ്ട് ചെയ്യണ പനീർ കറിയാണ്. ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റണം. സവാള ഒന്നും വഴറ്റിയിട്ട് നേരം കളയേണ്ട ആവശ്യമില്ല ഇത്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഞാനിവിടെ മല്ലി മുഴുവനോടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, പിന്നെ ഒരു 4-5 ഏലക്കായ, പിന്നെ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനൊരു പാനൊന്ന് വെച്ച് കൊടുക്കട്ടെ. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് ഇതിൽ ഓയിലൊന്നും ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം അതൊന്ന് ചൂടായി വരുമ്പോൾ തീ സിമ്മായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ മസാല ഫുള്ളും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് തീ സിമ്മ് ചെയ്തിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. രണ്ടോ 3 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് ഇതാക്കണം. അപ്പോൾ ആ ജീരകമൊക്കെ ഒന്നിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പൊട്ടി വരുമ്പോൾ അതിന് ശേഷം നമുക്കതൊന്നൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതേ പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ കേട്ടോ, ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 വലിയ സവാള അരച്ചതാട്ടോ. 3 വലിയ സവാള അരച്ചതാണ്. വെറുതെ റോസ്റ്റൊന്നും ചെയ്തിട്ടല്ല കേട്ടോ, സാധാ പച്ച സവാള നമ്മൾ തൊലി കളഞ്ഞ് അരച്ചതാണിത്. ഇനി ഈ ഓയിലിൽ കിടന്നിട്ട് ഈ സവാള ഒന്ന് വാടി വരണം കേട്ടോ. അപ്പം നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ നേരമൊന്നും പോവില്ല, പെട്ടെന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി വാടി ഇങ്ങനെ ഒരു കളർ മാറണം കേട്ടോ, ഒരു ബ്രൗൺ നിറമാവണം. അതുവരെ നമ്മൾ ഇതിലിട്ടിട്ട് ഇളക്കണം. അതിന് ശേഷം നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഓയിലിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിൽ കിടന്നിട്ട് ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരും. ഓൾറെഡി നമ്മളതൊന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും വല്ല പച്ചക്കുത്തുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അരച്ചതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പനീർ കറി വയ്ക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഇതിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ പനീർ കറിക്ക്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചെടുത്ത അതേ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്, ആ ജാറിലത്തെ വെള്ളം കേട്ടോ, അതൊഴിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട്. ഇതൊന്ന് തിളയ്ക്കണം, നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ട് ഞാൻ സിമ്മാക്കിയതാണ്. ഇനി നമുക്കിതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ, അതിലൊക്കെ പച്ചക്കുത്തുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായി തിളച്ച് വന്നിട്ട് ഇനി നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് സിമ്മിയുണ്ട്. അതിന് ശേഷം പനീർ ഞാൻ ഒരു പാക്കറ്റ് പനീറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പാക്കറ്റ് പനീർ കഴുകി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഫ്രൈ ചെയ്ത് ഇടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ. ഞാനിപ്പോൾ ഫ്രൈ ഒന്നും ചെയ്യണില്ല. പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയും പിന്നെ നമ്മുടെ മസാലപ്പൊടി ഉണ്ട്, ഗരം മസാല, അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. പിന്നെ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം അപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഞാൻ പനീറൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് നേരം ഒന്ന്. നമ്മുടെ പനീർ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മധുരം, ഒരു പനീർ കറിക്ക് ഒരു ഇത്തിരി മധുരം ഉള്ളത് നല്ലൊരു ടേസ്റ്റാണ്. ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ എടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോണേ. പിന്നെ ഇത് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. അപ്പം ഞാനിത് ചപ്പാത്തിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തിരി ഗ്രേവി വേണമല്ലോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ, അല്ലെങ്കിൽ പിന്നെ നന്നായി തിക്കാക്കണമെങ്കിൽ ഇതൊന്ന് നന്നായി വറ്റിച്ചെടുത്താലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലാസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനി ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് സൈഡിലേക്ക് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അത് നന്നായി മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ആ ഒരു മധുരം വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുള്ള കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരട്ടെ കേട്ടോ. അതിന് ശേഷം ഓഫ് ചെയ്യാം നമുക്ക് ഗ്യാസ്. വേണ്ട ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തു. ഒരു ചെറിയ ഫ്രൈ പാൻ അതിലെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചെറിയ ഫ്രൈ പാനൊന്നും ഇല്ല. അപ്പം ഞാൻ വലിയൊരു പാത്രമാണ് വെച്ച് കൊടുത്തത്. പിന്നെ ഇത് ഇളക്കാൻ എളുപ്പത്തിനും കൂടി ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് വെച്ചാൽ മതി. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാനിവിടെ തക്കാളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം. പിന്നെ ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതാ നമ്മുടെ അടുത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. തക്കാളിയും ഇഞ്ചിയും എന്താ പറയുക പച്ചമുളക് എന്തായാലും ആഡ് ചെയ്യാൻ നോക്കുക. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ആദ്യം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഞാൻ പറഞ്ഞ പോലെ വലുതാണെങ്കിൽ 1 എണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം കേട്ടോ. അത് ഇത്തിരി വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തതാണ്. ജസ്റ്റ് ഇതിലൊന്ന് വാടുക വേണ്ട കേട്ടോ. ആ തക്കാളിയൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് വാട്ടി കിട്ടിയാൽ മതി. അല്ലാണ്ട് തക്കാളി വെന്ത് ഭയങ്കരമായിട്ട് ഇതാവണമെന്നൊന്നും ഇല്ല. അപ്പം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഉടയരുത്, തക്കാളിയൊക്കെ ഉടഞ്ഞ് പോവരുത്. ഇനി ഇത് നമ്മളെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറിയിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി ഇപ്പം തന്നെ കണ്ട നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ചൂടാറാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും കേട്ടോ നമ്മുടെ കറി. നന്നായി ഒന്ന് ഇപ്പം ഞാൻ ഗ്യാസൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. വെറുതെ ഇതിലിട്ടിട്ടൊന്ന് ഇളക്കണമല്ലോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
തക്കാളിയൊക്കെ അതിലൊന്ന് കിടന്നൊന്ന് ഓൾറെഡി നമ്മുടെ കറിക്ക് ചൂടുണ്ടല്ലോ, അപ്പോൾ ആ ചൂടോടുകൂടി ഒന്നും കൂടി ഇതാവും. അപ്പോൾ നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.